നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സത്യ, എന്തായി സത്യ? പ്രഭാവതിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വൈകുന്നേരം നീ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഞാനും കൂടി ഉണ്ട്. അത് വേണ്ടമ്മേ, അവരിന്ന് ഉച്ച കഴിയുമ്പോ മിക്കവാറും ഡിസ്ചാർജ് ആവും. ആണോ? അമ്മ ഇനി സമയമുള്ളപ്പോ ആന്റി വീട്ടിൽ പോയി കണ്ടാ മതി. ആ, അല്ല പ്രതിഭ വേണമെങ്കിൽ കുറച്ചു ദിവസം കൂടി അവളുടെ അമ്മയെ നോക്കി അവിടെ നിൽക്കട്ടെ. നീ ഇങ്ങോട്ട് വരാൻ നിർബന്ധിക്കൊന്നും വേണ്ട. ഞാൻ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. അവൾ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞാ അതിന് ഞാൻ തടസ്സം പറയില്ല. ഓ, അമ്മ അതിന് പ്രതിഭ ഇങ്ങോട്ട് വരുന്നതിന് താല്പര്യമില്ലാത്തോണ്ട് പറഞ്ഞല്ല സത്യേട്ടാ. പ്രഭാവതി ആന്റിക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞതാ. ആ, നമ്മുടെ അമ്മ ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുക സത്യേട്ടാ. നാളെ അമ്മ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത നേടിക്കൊണ്ടിരിക്കുക. ഒന്ന് പോടി കളിയാക്കാതെ. എന്റെ ചില നേരത്തെ ദേഷ്യത്തിന് ഞാൻ പലതും വിളിച്ചു പറയും. പ്രഭാവതിക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷേ അനുപമ എന്നെ തിരുത്തി. ഞാനേ സുധനെയും പ്രതിഭയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതേ അനുപമ പറഞ്ഞിട്ടാ. അപ്പൊ അവർക്കുണ്ടായ ഒരു സന്തോഷം എന്താന്ന് എനിക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേട്ടാ, അമ്മ അനുവേട്ടത്തിയുടെ പാത സ്വീകരിച്ചോണ്ടിരിക്കുക. മിക്കവാറും ഏട്ടത്തെ ഉപേക്ഷിച്ച സ്ഥാനാർത്ഥിത്വേ വീണ്ടും അമ്മയെ തേടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നടക്കട്ടെ, അത് നല്ല കാര്യമല്ലേ? ആണോ? സോനെ, നോക്കി, ഓൺലൈനിലാ വീഡിയോ വന്നിട്ടുണ്ട്. സ്നേഹ വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ നോക്കിയത്. തുടക്കം മുതലൊന്ന് കണ്ടു നോക്ക്. ഇന്ന് രാവിലെ അവർ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. എവിടെ? വീഡിയോ നന്നായിട്ടുണ്ട് എടുത്തി. ഏട്ടനും ഏടത്തിയും വിച്ചുമോനും കൂടി ചേരുമ്പോ അതെ നല്ലൊരു ലൈഫുള്ള കാഴ്ച തന്നെയാ. ആ ഫോട്ടോ വൈറലായതുപോലെ ദേ ഈ വീഡിയോ എപ്പോ വൈറലായെന്ന് ചോദിച്ചാ മതി. ഈ വീഡിയോ പാർട്ടിക്കാർ കാണാൻ ഇടയായാലേ മിക്കവാറും അവര് അമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറാണെന്ന് പറയും. അമ്മ അതിന് മനസ്സുകൊണ്ട് തയ്യാറായിട്ട് നിൽക്കുക കേട്ടോ. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാ അത് നടക്കും സോനെ. എനിക്ക് പകരം അമ്മയെ മത്സരിപ്പിക്കണമെന്ന് ഞാനല്ലേ പറഞ്ഞത്. അത് ഉറപ്പായിട്ട് നടക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അവരമ്മയെ തേടി വന്നിരിക്കും. അയ്യോ, ആണോ മോളെ? അയ്യോ, നീ ഇങ്ങ് വന്നേ മോളെ. നീ ശരിക്കും പറയുന്നതാണോ? എന്നെ അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിക്കണമെന്ന് നീ ആത്മാർത്ഥമായിട്ട് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. അല്ല, ഉണ്ട് വിശ്വാസം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോ അമ്മ എന്നെ വിശ്വസിക്കുമല്ലോ? ഓ, വിശ്വസിക്കും. പിന്നെ ഏടത്തി അമ്മ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ദേ ഈ മരുമകളെ പണ്ടേ കണ്ണു തുറന്ന് കാണേണ്ടതായിരുന്നു എന്ന് അമ്മയ്ക്ക് അപ്പ തോന്നും. ഒന്ന് പോടാ, ഞാൻ പണ്ടേ കണ്ടതാ. ഓ, നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ച സ്ഥിതിക്ക് നിന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച് കാണും എന്റെ വാസന്തി. ഇനി നിന്റെ ടൈമല്ല വരുന്നത്, പിന്നല്ലാതെ. അയ്യോ, അത് മാറ്റല്ലേ, അത് മോത്തന്നെ ഇരിക്കട്ടെ. കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോഴാ നിനക്ക് സ്ഥാനാർത്ഥിയുടെ ഒരു ഗെറ്റപ്പ്. ശരിക്കും? പിന്നെ എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം. നീ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വേണം എനിക്ക് ഇതുപോലൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാൻ. ധനേട്ടൻ എന്തിനാ വേറൊന്ന് വാങ്ങിക്കുന്നേ?
ധനേട്ടൻ ഇത് ഞാനങ്ങ് തരുമല്ലേ, എന്നിട്ട് ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോളാം. അയ്യോ കമോൺ. ഇവിടെ കമോൺ. പ്രസിഡന്റ്, എന്തുവാ പ്രസിഡന്റ്, ഇതൊരു പാർട്ടി ഓഫീസല്ലേ? തെരഞ്ഞെടുപ്പ് വന്ന് തലയ്ക്ക് മുകളിലിരിക്കുമ്പോ പ്രസിഡന്റും പ്രവർത്തകരും കൂടി ഇവിടെ ഇരുന്ന് വീഡിയോ കണ്ട് രസിക്കുകയാണോ? ഇതും പാർട്ടി അജണ്ടയിലുള്ളതാണെന്ന് കൂട്ടിക്കോ. ഇരിക്കിരിക്കെ, നിങ്ങൾ ഇരിക്കേ. ആ പാതനേട്ടാ. ഈ വീഡിയോയില് നമ്മുടെ പുതിയ സ്ഥാനാർത്ഥിയുണ്ട്. സുകുമാരി, എന്തോ? ഈ വീഡിയോ അവർക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ദാ, കണ്ട. ഇന്ദ്രേട്ടന്റെ അമ്മയെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മരുമകളായി വന്നു കയറിയ പെണ്ണിന് നൽകേണ്ട എല്ലാ സ്നേഹവും മര്യാദയും ബഹുമാനവും ഒക്കെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മ കുറച്ച് ഗൗരവക്കാരിയാണ്. അതവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടുണ്ടായ ഗൗരവമായിട്ടാ എനിക്ക് തോന്നിയത്. എന്തായാലും എന്നെ അമ്മ കണ്ടത് മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട് തന്നെയാ. ഇപ്പ എന്ത് പറയുന്നു? അമ്മയ്ക്ക് സുശീല എന്ന അമ്മായിയമ്മയെ കുറിച്ച് മരുമകൾ പറഞ്ഞ വാക്കുകളാണിത്. ആ വാത്സല്യവും കരുതലും അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന് ഇതൊക്കെ ആർക്ക് വേണേലും ചെയ്യാവുന്ന കാര്യമല്ലേ? ഇനി ഇതും സെൽഫി സുകുമാരിയുടെ പണി തന്നെയാണോ? അല്ല, സുശീല ചേച്ചിയെ സ്ഥാനാർത്ഥിയാക്കാനേ നിങ്ങൾക്ക് തന്നെയാണല്ലോ കൂടുതൽ താല്പര്യം. അതെ, എനിക്ക് താല്പര്യം തന്നെ. എന്താന്നറിയാമോ, ഈ വാസന്തി മത്സരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ 10 വോട്ട് കൂടുതൽ സുശീല ചേച്ചിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൂടിയാ. അത് നീ മാത്രം അങ്ങ് ഉറപ്പിച്ചാ മതിയോ? സുശീലേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കി വിട്ടാലേ ആ സ്ത്രീക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് പോലും ആരും വോട്ട് കൊടുക്കൂല. അതറിയോ നിനക്ക്? ശരിക്കും കേട്ടോ പ്രസിഡന്റ്, നമ്മുടെ പാർട്ടിക്ക് ഒരു ആദർശമൊക്കെ ഉള്ളതല്ലേ. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ടൊന്നും നമുക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതിനെ ചില മാനദണ്ഡങ്ങളും ചില യോഗ്യതകളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് അതിനൊക്കെ അപ്പുറത്താണ് ധന വിജയസാധ്യത. ഈ വാർഡിൽ ഇപ്പൊ വിജയിക്കാൻ സാധ്യത ഈ വീഡിയോയിൽ പറയുന്ന സുശീലയ്ക്കാണെന്ന ജില്ലാ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇതങ്ങ് ഉറപ്പിക്കാൻ പോവാ.